ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. അപ്പോൾ എൻ്റെ രാവിലത്തെ പണികൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ്. അവിടെ കുറച്ച് ലൈറ്റ് അടിക്കണമുണ്ട്, കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ ഇപ്പോൾ ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോകട്ടെ. രാവിലെ പാൽ ചായയുടെ കുറച്ച് പാൽ ബാക്കിയുണ്ട്, അത് ചായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. പിന്നെ അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചായ ഒക്കെ ഉണ്ടാക്കല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോലിക്ക് പോയപ്പോഴേക്കും സാധനം എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനതൊന്ന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, തുണി അലക്കിയിട്ടു. നമ്മുടെ കട്ടിലടി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ചേട്ടന് സാധനക്കൊണ്ട കൊടുത്തിട്ട് വന്നു. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ചപ്പാത്തിയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം എനിക്ക് 3 ചപ്പാത്തി ഉണ്ട്. അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ ജോലി പോയിട്ടാണ്. അപ്പോൾ നമുക്ക് ചായ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കേട്ടാ. ഈ ഡ്രസ്സ് ഏത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്ത് പോകാനുള്ളത് കൊണ്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. പുറത്തൊക്കെ പോയി വന്നാണ്. പുറത്തല്ല, നമ്മുടെ ചേട്ടായിക്ക് ഒരു സാധനം കൊടുക്കാൻ പോയതാണേ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഈ ഡ്രസ്സെന്ന് പറയുമ്പോൾ ഈ ടോപ്പ് ഉണ്ടല്ലോ, കുറേ പഴക്കമുണ്ട്. ഞാൻ കളയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്താ ചൂടല്ലേ, അൺസഹിക്കപ്പോൾ ചൂട്. ആകെ കുറച്ചുള്ള കേശഭാരം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അഴിഞ്ഞു വിടോട്ടാ. അപ്പം ഈ ടോപ്പ് ഞാൻ കളയണോ ഓരോ പ്രാവശ്യം നമ്മുടെ അലമാര ഒതുക്കുമ്പോൾ കളയാമെന്ന് വെച്ച് എടുത്ത് വെക്കോട്ടെ. കാരണം ഈ എനിക്ക് ലൂസ് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ടൈറ്റ് ആയിരുന്നു. ഇവ വണ്ണം കുറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത ഭാഗത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ടോപ്പാണ്. കണ്ടോ, സൂപ്പർ ടോപ്പാണ് ഇത്. നല്ല വെറൈറ്റി ടോപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഇത്ര വർഷമായെന്നറിയാം, ഇത്ര വർഷം പഴക്കമുണ്ടെന്നറിയാം. ഞാൻ എടുത്ത സമയത്ത് എന്തോ 700 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ്. അപ്പോൾ ആ ടൈമിൽ ഇത് എടുത്തതാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കൂടി 2011 എടുത്ത 13 ഞങ്ങൾ എടുത്ത ടോപ്പാണ് കേട്ടോ. ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ ഇരുന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ട് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ തോന്നാറില്ല. പിന്നെ ഒരിടയ്ക്ക് എനിക്ക് കുറച്ച് വണ്ണം ഓവറായിട്ട് ഇത് ടൈറ്റ് ആയിരുന്നു. പക്ഷെ വീട് ലൂസായി, അതായത് ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗി കണ്ടാണ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത തുണികളൊക്കെ എടുത്ത് മാറ്റി ഇറങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇത് ഇങ്ങനെ എടുക്കും. പക്ഷേ ഇതുവരെ കളയാതെ വെച്ചിട്ട ടോപ്പാണ് മൈ ഫേവറേറ്റ് ടോപ്പ്. നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. അപ്പം ഞാൻ നമ്മുടെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് കണ്ടാണ് കഴിക്കണതും. ചപ്പാത്തിയുണ്ട്, ചപ്പാത്തിയും ഞാൻ പ്രാവശ്യം പറഞ്ഞതാണ്, ചപ്പാത്തിയും പിന്നെ നമ്മുടെ തക്കാളിക്കറി. നല്ല വെയിലാണ്. വെയിലിൻ്റെ കാര്യം പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ല. ചൂടെന്ന് പറഞ്ഞ സംഭവം കൂടിക്കൂടി വന്ന്. പിന്നെ ഇന്നത്തെ പണിയെന്ന് പറയുമ്പോൾ എനിക്ക് കറി വയ്ക്കാനുണ്ട് കേട്ടോ. ബാക്കി അലക്കല് തുടക്കല് കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പോൾ ചൂട് അൺസഹിക്കബിളല്ലേ, ഒരു കാര്യം ചെയ്യാൻ തോന്നാത്തൊരു ബുദ്ധിമുട്ടുള്ള വൃത്തികെട്ട ചൂട്. അപ്പം അതേ നമ്മളൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അതിനുമ്പോൾ ഞാൻ വേറെ നല്ല ഫുൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചൂട് കാരണം. അപ്പോൾ ഈ ഒരു കൊതുകിൻ്റെ നെറ്റ്, കൊതുകും കയറൂല, നമുക്ക് കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റൊക്കെ അടിച്ചത്. പക്ഷെ എന്നാലും ചൂട് കൂടുതലുണ്ട്. പിന്നെ അതേ നമ്മുടെ മുകളിലൊരു ആശാൻ ഉണ്ടെങ്കിലും അതിന് കാറ്റ് കുറവാണ്. അപ്പോൾ അതേ ഒരു അതിഥി നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോളിൽ ഫിറ്റ് ചെയ്യാൻ ഒരു ക്രോംപ്ടന്റെ ഫാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടാ. ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥി കൂടി നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.